സുപ്രഭാതം ഫോർത്ത് വ്യൂവിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 30 വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായിട്ടുള്ള നമ്മേറെ ഞെട്ടിച്ച ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. വയനാട് എന്ന് കേൾക്കുമ്പോഴേക്ക് പച്ചപ്പിൻ്റെയും പ്രകൃതി മനോഹാരിതയുടെയും വിനോദ സഞ്ചാരങ്ങളുടെയും ആകർഷകമായ ഒട്ടേറെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. പക്ഷേ ഈ ദുരന്തത്തിന് ശേഷം നൂറുകണക്കിന് മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞ, മനുഷ്യൻ്റെ കബന്ധങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന ദാരുണമായ കാഴ്ചകൾ ദിവസങ്ങളോളം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട് വേദനിച്ച് വിറങ്ങലിച്ച് നിന്ന ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് മാസങ്ങൾക്ക് ശേഷവും വയനാട് ദുരന്തഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ആശങ്കകളുമാണ് വയനാട് ജില്ലയിലെ ശേഷിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല, അതിനെക്കുറിച്ച് ഓർക്കുന്ന ഓരോ മനുഷ്യരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. നിലവിലുള്ള ഔദ്യോഗിക കണക്കനുസരിച്ചുകൊണ്ട് 298 പേരാണ് ദുരന്തത്തിൽ മരണപ്പെട്ടത്. 254 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും 44 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ തിരിച്ചറിഞ്ഞതിൽ 80 പേരെ DNA ടെസ്റ്റിലൂടെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അഥവാ പല മൃതദേഹങ്ങളും മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം ആഴ്ചകൾക്കും മാസങ്ങൾക്കും ശേഷം പുറത്തു വന്ന DNA റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഇന്ന ഖബർസ്ഥാനിൽ കിടക്കുന്നത് എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണ്, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് മാത്രം. ഇതിന് സമാനമായ ഒരു ദുരന്തം നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ നാട്ടിലൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം സ്വാഭാവികമായും ആ ദുരന്തത്തിലകപ്പെട്ട, അവിടെ ശേഷിച്ച മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെട്ടവരാണെങ്കിലും ഇനിയുള്ള അവരുടെ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ക്ഷേമ പദ്ധതികളും ആവിഷ്കരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ചുമതലയാണ്. പക്ഷേ സർക്കാരിനെ പോലും കാത്തു നിൽക്കാതെ എത്രയോ മത, രാഷ്ട്രീയ, സാമൂഹിക സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, അവർക്ക് ആശ്വാസമാകാൻ, അവരെ ചേർത്തു പിടിക്കാൻ മുന്നോട്ട് വന്നു. 1200 കോടി രൂപയാണ് ആ വയനാട് ദുരന്തത്തിന് സർക്കാർ നഷ്ടം കണക്കാക്കിയിട്ടുള്ളത്. നിലവിലുള്ള ഏറ്റവും പുതിയ ചിത്രം, ഈ പുനരധിവാസത്തിനു വേണ്ടി, വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായ ഒരു സഹായവും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ദുരന്തമുണ്ടായ ഉടനെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്തബാധിത പ്രദേശത്ത് ഓടി നടന്ന് സഞ്ചരിച്ച് ഒട്ടേറെ വർണ്ണമനോഹരമായ ചിത്രങ്ങളെടുത്ത് വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് ലോകത്തുടനീളം ഒരു വലിയ കാരുണ്യവാനായ ഭരണാധികാരിയുടെ സന്ദർശനം പോലെ ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ എന്താണ് വയനാടിലെ ദുരന്തമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും വ്യക്തമല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 18
9.2 കോടി രൂപയാണ് ഇതിനകം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിച്ചത് എന്ന കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പറയുന്നത് അവിടെ വലിയൊരു ടൗൺഷിപ്പ് പണിയാൻ വേണ്ടി പോകുന്നു. 87 ഹെക്ടർ ഭൂമി അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു. 1100 കുടുംബങ്ങൾക്ക് താമസിക്കാൻ 10 സെൻറ്റ് ഭൂമി വീതം നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. 1500 കോടി രൂപ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വിശദീകരണം. ഇതുവരെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫണ്ടും അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ പുറത്തു വരുന്ന വാർത്ത, ഇത് സംബന്ധമായി ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ഈ ഡിസംബർ 18-നകം അറിയിക്കണമെന്ന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വയനാടിൽ ദുരന്തത്തിലകപ്പെട്ട് മരണപ്പെട്ടു പോയവരുടെ ശേഷിപ്പുകാർക്ക് അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്ക്, എല്ലാം നഷ്ടപ്പെട്ടവരുടെ പിന്മുറക്കാർക്ക് എന്തു ചെയ്യും എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ആ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി സർക്കാരിനെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും വാഗ്ദാനം ചെയ്ത ആ സംരംഭങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടെങ്കിലും വയനാടിൻ്റെ പുനർനിർമ്മാണം സാധ്യമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യങ്ങൾക്ക് കാത്തുനിൽക്കാതെ, സംസ്ഥാന സർക്കാരിൻ്റെ കമ്മി ബജറ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ കാത്തുനിൽക്കാതെ തന്നെ ഇവിടെയുള്ള ഭരണകൂടം ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടി അതിൻ്റെ ഒരു കോർഡിനേഷൻ വർക്ക് നടത്തിയാൽ തന്നെ വയനാടിനെ പുനർനിർമ്മിക്കാൻ സാധിക്കും. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അതിൻ്റെ മാർഗരേഖ അനുവദിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നാം തിരിച്ചറിയേണ്ടത് 300ഓളം വരുന്ന മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട, അത് ഔദ്യോഗിക കണക്കാണ്, അനൗദ്യോഗിക കണക്ക് അതിനേക്കാൾ അധികം ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു എന്നാണ്. എന്തായാലും അവരുടെ കണ്ണീരൊപ്പാൻ, ശേഷിക്കുന്ന ആളുകൾക്ക് അന്തിയുറങ്ങാൻ ഒരു കൊച്ചു കൂര വെച്ചു കൊടുക്കാൻ, അവർക്കാവശ്യമായ ജീവനോപാധികൾ ഉണ്ടാക്കി കൊടുക്കാൻ, അവർക്കാവശ്യമായ മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല എന്ന ദയനീയമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുൻ കേന്ദ്രമന്ത്രി ക്രൂരമായൊരു പരാമർശം കഴിഞ്ഞ ആഴ്ച നടത്തി. ഏകദേശം 1.5 ഗ്രാമമാണ് ഒലിച്ചു പോയിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ ബഹളമുണ്ടാക്കുന്നത് എന്നുവരെ ചോദിച്ചുപോയി. മനുഷ്യർ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെടുകയും ദിവസങ്ങൾക്ക് ശേഷം മനുഷ്യൻ്റെ മൃതദേഹങ്ങൾ, അതും ചില അവയവത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം തിരിച്ചറിഞ്ഞ് ആ അവയവത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം കൊണ്ടുപോയി കബറടക്കി, ഈ കൈ എൻ്റെ പിതാവിൻ്റേതാണ്, ഈ കാല് എൻ്റെ മാതാവിൻ്റേതാണ്, ഈ തല എൻ്റെ ഭാര്യയുടേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ആശ്വാസം കൊണ്ടുകൊണ്ട് വേദനിച്ച മരവിച്ച മനസ്സുകൾക്ക് മുമ്പിൽ ഇപ്പോഴും ഭരണാധികാരികൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വയനാട്ടിൽ. അത് വയനാട്ടിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. മനുഷ്യ സ്നേഹമുള്ള, സഹജീവി സ്നേഹമുള്ള എല്ലാവരും വയനാട്ടിലെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരുമിക്കണം എന്ന് മാത്രമല്ല, ശക്തമായ ശബ്ദമുയർത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വരണം എന്നതാണ് ഇത് സംബന്ധമായി നമുക്ക് സമൂഹത്തിൽ നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. waytonikah.com, the exclusive Muslim matrimonial site.